വെട്രിമാരന്റെ ഒരു സിനിമ OTT വന്നിട്ടുണ്ട്. ഡിറക്റ്റഡ് ബൈ വെട്രിമാരൻ അല്ല, പ്രൊഡ്യൂസ്ഡ് ബൈ വെട്രിമാരൻ, അനുരാഗ് കശ്യപ്. ഈ സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും. അത്യാവശ്യം കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ ഉള്ള പടമാണ്. ദ ബാഡ് ഗേൾ. ഇംഗ്ലീഷ് സിനിമയല്ല, തമിഴ് സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഒരു വിയേർഡ് പടം, ഒരു വിയേർഡ് ക്യാരക്ടർ. ചില സമയങ്ങളിലൊക്കെ കൊള്ളായിരുന്നു, ചില സമയത്തൊക്കെ വൻ ശോകപ്പടമാണ്. സോ ഒരുവിധം ഇപ്പോഴത്തെ സിനിമകളൊക്കെ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആണ് കാണിക്കണം വെച്ചാൽ കുറെ പേരൊപ്പം പോയി കിടക്കണം, കള്ള് കുടിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആണ്. ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടൈറ്റിലിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സീന് തന്നെ മനസ്സിലാവും. അതായത് ഈ കൊച്ചു രാവിലെ സ്വപ്നം കണ്ട് എണീക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് രാഹുലിന്റെ ഒപ്പം കിടക്കാം, നാളെ ദീപകിന്റെ ഒപ്പം കിടക്കാം. ഭയങ്കര സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊച്ചിന്റെ കഥയാണ് പറയുന്നത്. സിൻസ് ഷീ ഈസ് എ ബാഡ് ഗേൾ, ആൾക്ക് എപ്പോഴും ബാഡ് ബോയ്സ് മതി. അതായത് ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോ ആള് വേറൊരാളോടൊപ്പം പോയി കിടക്കും. അതേപോലെ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലുള്ളവൻ ഒരു 10-20 പേരൊപ്പം കിടക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡ്രഗ്സ് കടത്തുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെയാണ് ഈ നായികയ്ക്ക് വേണ്ടത്. അങ്ങനത്തെ ആൾക്കാരെ വേണ്ടുള്ളൂ. എന്നിട്ട് അവരുടെ ദിവ്യ പ്രണയം പ്രതീക്ഷിക്കും. ഈ അവിഹിതമൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എന്നിട്ട് ആ പ്രേമം കിട്ടാത്തപ്പോ കരച്ചില്, നിലവിളി. അപ്പൊ നീ കാരണം വേറൊരുത്തൻ കിടന്ന് കരയുണ്ടാവൂല. അപ്പൊ അതൊന്നും കുഴപ്പമില്ലേ? അതിപ്പോ അച്ഛന്റെ മടിയിൽ ഇരിക്കുകയും വേണം, അമ്മയുടെ പാല് കുടിക്കുകയും വേണം. രണ്ടും കൂടി നടക്കില്ല. നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഞാൻ ഈ കൊച്ചിന്റെ പെർഫോമൻസ് കണ്ടപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഷീ ഈസ് ഗുഡ്. പക്ഷെ ഇതിലും ആപ്റ്റ് ആയിട്ട് ഒരാൾ എന്റെ ലൈഫിലുണ്ട്, എനിക്കറിയാം. അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഒരു ക്യാരക്ടർ ഉണ്ടാവും. ജൂനിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, സീനിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഇന്റർ യൂണിവേഴ്സിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഇന്റർ കോളേജ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ പോയി കഴിഞ്ഞാൽ ഒരു ലോഡ് ആൾക്കാർ വന്ന് പൊത്തും, ചക്കയിൽ ഈച്ച പൊത്തുന്ന പോലെ. തന്തപ്പിട്ടി ചാവാൻ കിടക്കുകയാണ് പറഞ്ഞിട്ട് വല്ലവനൊപ്പം ചുറ്റാൻ പോകും. അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പേഴ്സണലി എന്റെ ലൈഫിലും ഉണ്ടായിരുന്നു. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആകെയുള്ള ഒരു പ്രതീക്ഷ കർമ്മ പറഞ്ഞ സാധനം മാത്രമാണ്. കർമ്മയ്ക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആവും, ബസ് ടിക്കറ്റ് കിട്ടാൻ വൈകും, ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവും. പക്ഷെ വരേണ്ട സമയത്ത് ആൾ എങ്ങനെയെങ്കിലും ഒക്കെ വന്നോളും. നമ്മൾ ഈ സിനിമയുടെ ചില പോർഷൻസ് ഒക്കെ കൊള്ളായിരുന്നു. അതായത് നമ്മുടെ ഹൃദു, നമ്മുടെ മുറ, ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്, മേനെ പ്യാർ കിയ, ഇതിലത്തെ ആ നായകൻ, ആ പയ്യനും ഈ കൊച്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ചെറിയൊരു പോർഷൻ കാണിക്കുന്നത്. അതുവരെ സിനിമ അത്യാവശ്യം കൊള്ളായിരുന്നു. അതായത് സ്കൂൾ റിലേഷൻഷിപ്പ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് എന്തായാലും ഒരു സ്കൂൾ റിലേഷൻഷിപ്പിൽ അമ്മയും അച്ഛനും ഇതിനെപ്പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അമ്മയും അച്ഛനെയും തന്തയ്ക്ക് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കഷ്ടപ്പെട്ട് വളർത്തുന്ന തന്തയും തള്ളയാണ്. നീ പോയി 10 പേരൊപ്പം കിടക്ക്, BS സ്ലട്ട് പറഞ്ഞിട്ട് അവർക്ക് വിടാനൊന്നും പറ്റില്ല. സോ പിന്നീട് ഉണ്ടാവുന്ന ടോക്സിക് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ കൊച്ചു നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാ ഇതിലും കിടിലനായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെ എനിക്കറിയായിരുന്നു, എന്റെ എക്സ് ആണ്. അതിലും കിടിലനായിട്ട് ഈ ക്യാരക്ടറായിട്ട് ജീവിക്കും ആ കൊച്ച്. സോ അതൊരു മിസ്കാസ്റ്റ് ആയി പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ ഞാൻ പറയുമല്ലോ, ആ കൊച്ചിന്റെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ എല്ലാം തരായിരുന്നു. ആളെ കാസ്റ്റ് ചെയ്തതിന് വെച്ചാൽ ഒന്നും കൂടി കിടുവായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ കൊച്ചിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ആ ഒരു ആക്ടർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, ഒരു പോർഷൻ വരെ ഈ സിനിമ കൊള്ളായിരുന്നു. പിന്നെയാണ് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഈ പടം തോന്നുന്നത്. വിമൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് വുമൻസിന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. സ്ത്രീകൾ കള്ളു കുടിക്കുന്നത് കാണാൻ പറ്റില്ല, സിഗരറ്റ് വലിക്കുന്നത് കാണാൻ പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഈ സിനിമ കണ്ടിട്ടേ കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്ലീസ് സ്റ്റേ അവേ എന്ന് ഞാൻ പറയുള്ളൂ. വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഇതിന്നിപ്പോ എടുത്ത് പറയാനുള്ള ഇതിൽ കൂടുതൽ ഇമോഷണൽ സീനാണുള്ള. ആ ഇമോഷൻസ് കാണുമ്പോൾ എനിക്ക് ഒരു തേങ്ങയും തോന്നില്ല. നീ ആരപ്പോ പോയി കിടക്കുക, ആരപ്പോ റിലേഷൻ ഉണ്ടാക്കും, ഐ ഡോണ്ട് കെയർ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പേഴ്സണലി എനിക്ക്. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ മിക്കവാറും എല്ലാത്തിലും കാണിക്കുന്നത് ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവന് ഭാര്യയുണ്ട്, ഭാര്യ ഐശ്വര്യ റായിക്ക് തുല്യമാണ്, സുസ്മിത സെന്നിന് തുല്യമാണ്. പറഞ്ഞിട്ട് ഈ കൊച്ചായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പോണ്ട്. എന്തോ ഒരു സെക്കൻഡ് കൊണ്ട് മാത്രം നടക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞ അവിഹിതം എന്തിന് ഇത്ര നോർമലൈസ് ചെയ്യണം? ഇപ്പൊ നമുക്ക് ഒരാളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരുടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും കിട്ടുന്നില്ല വെച്ചാൽ ഈ അവിഹിതം കാണിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. എനിക്ക് നിന്നോട് താല്പര്യമില്ല, ഐ വാണ്ട് എ ഡിവോഴ്സ് അല്ലെങ്കിൽ ലെറ്റ്സ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയിട്ടിരിക്കണം. അത് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ വേറൊരുത്തന്നെ പോയി കിടക്കും. പിന്നെ അത് നോർമലൈസ് ചെയ്തിട്ട് എനിക്ക് അത് കിട്ടാനിട്ടാണ് ഇത് കിട്ടാനിട്ടാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ടു മീ പേഴ്സണലി ദിസ് ഈസ് വേണമെങ്കിൽ വെരി 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 ആവറേജ് എന്ന് പറയാൻ കാരണം ആ ഒരു ഫസ്റ്റ് പോർഷനിലുള്ള ഒരു സ്കൂൾ റൊമാൻസ് കൊണ്ട് മാത്രമാണ്. വേറെ എനിക്ക് ഒട്ടും വർക്ക് ആവാത്തൊരു സിനിമയാണ്. ചിലവർക്ക് ഇത് വൻ പടമായി തോന്നും, കിടുപ്പടമായി തോന്നും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും അഭിപ്രായം ഉണ്ടാവും. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, വേണ്ടവര് കണ്ടു.